നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. BJP അതിശക്തമായ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോരാട്ടം കാഴ്ചവെക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഓരോ വർഷവും BJP അവരുടെ വളർച്ചയും ശക്തിയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു അക്കൗണ്ടും തുറക്കാതിരുന്ന സാഹചര്യത്തിൽ BJP വെറും 0 ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് BJP 1 കഴിഞ്ഞ തവണ വന്നിരുന്നു. അതിനുശേഷം പിന്നീടും 0 പോകുന്നു. വീണ്ടും സംഘടനാ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ വഴി അവർ ആദ്യ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും BJP സംബന്ധിച്ച് വലിയൊരു മത്സര പരീക്ഷ, അഗ്നിപരീക്ഷ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറാണ് പൊതുവിലുള്ള തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ പൊതുവിലുള്ള ഒരു നിരീക്ഷണം നടത്തി വരുന്നത്. മാത്രമല്ല, രാജീവിന് നിയമം മാത്രമായി ഒന്ന് ശക്തമായി തന്നെ പിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിയമത്തെ ഒരു 50 വോട്ടർമാരോട് ചോദിച്ചാൽ 48 പേരും പറയും നിയമത്തെ BJP ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയും. എന്നാൽ ചിലർ പറയും ശബരിനാഥ് കൂടി വന്നതിന് ശേഷം വോട്ടുകൾ ചിലർ അങ്ങോട്ട് കൂടി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയും എന്നൊക്കെ പറയുകയാണ്. തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെയാണ് വളരെ ശക്തരായ നേതാക്കളെ നിർത്താൻ ഏതായാലും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷെ BJPക്ക് ഒരു പോരായ്മ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ പലപ്പോഴും ഈ ബിഗ് ബോസ് താരങ്ങളെയൊക്കെ തന്നെ കളത്തിലിറക്കി നിലവാരം തകർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കി എന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷെ അവരാൽ കഴിയുന്ന വിധം അവരും ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ 2020 സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ ചക്കയാണ് അവർക്ക് ലഭിച്ചത് ചിഹ്നമായിട്ട്. അപ്പോൾ ചക്ക കട്ട് ചെയ്ത് അതിനെ തൊലി കളഞ്ഞ് നോക്കുമ്പോൾ അതൊരു താമര പോലെയാണല്ലോ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ ആ താമരയെ അരിവാൾ ചുറ്റിക നക്ഷത്രം കൊണ്ട് വെട്ടിക്കളയാം, എന്നിട്ട് കൈ കൊണ്ട് പറിച്ചെടുക്കാം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ട്രോളുകൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അഖിൽമാരാർ അടക്കമുള്ളവർ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അഖിൽമാരാറിനെ പറപ്പിക്കുന്ന ചില വീട്ടിലെ വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ഗൃഹനാഥന്മാരെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ വീഡിയോ വൈറലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ ഘട്ടത്തിൽ അല്ലാതെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വളർന്നു വന്ന നേതാക്കന്മാരായിട്ടുള്ള യുവരാജ് ഗോകുൽ അടക്കമുള്ള യുവ നേതാക്കളെ നിർത്താൻ BJP കഴിഞ്ഞു എന്നത് പലയിടങ്ങളിലും BJPക്ക് ശക്തമായ പോരാട്ടം നൽകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇവിടെ യുവരാജ് ഗോകുൽ അടക്കമുള്ളവർ നിൽക്കുന്നത് നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇവിടെ യുവരാജിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ശക്തമായ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അതിൽ യുവരാജ് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, ഞാൻ കണ്ണൂരുകാരനാണെന്ന് പലരും വിചാരിക്കാറുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. സാക്ഷാൽ AKGയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പെണ്ണെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷം പിന്നിട്ടിരിക്കുന്നു. എൻ്റെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളിലും കുട്ടി തന്നെയാണ് കൂടെ നിൽക്കുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല, അദ്ദേഹം കണ്ണൂരിൽ പോയപ്പോൾ ഈ സ്വാതന്ത്ര്യപരമായി നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള, സംസാരിക്കാനുള്ള, അതുപോലെ തന്നെ ഒരുമിച്ച് കൂടാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഇതേ ഇന്ത്യയിലുള്ള നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലമാണ് കണ്ണൂർ. ആ സ്ഥലത്തെ ഒരു ചെറിയ ഒരു വീട്ടിൽ 800 സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തീർണമുള്ള ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഗണഗീതം ചൊല്ലാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാത്തിടത്ത് നിന്നുമുള്ള ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായും യുവരാജ് ഗോകുലും ശക്തമായ മത്സരം തന്നെയാണ് നെടുമങ്ങാട് ഭാഗത്തും കാഴ്ചവെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വിവാഹം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് എന്താണ് ഞാൻ കണ്ണൂരുകാരനാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് മാത്രമല്ല, സാക്ഷാൽ AKGയുടെ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കുകയും ചെയ്തത് എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോൾ ഈ കണ്ണൂരിൽ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കരുതിയത് നമ്മളാണ് ഏറ്റവും കഷ്ടപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ കടന്നു വന്നതല്ലേ. കാരണം വീട്ടിലിപ്പോൾ എൻ്റെ അമ്മ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് രാത്രിയിൽ പോലീസ് വീട്ടിൽ കയറി വരിക, വീട്ടിനകത്തൊരു സീൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പലർക്കും അറിയാവുന്നതാണ്. അതിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ വലിയ സംഭവമാണ് എന്നുള്ള കാര്യം. ഞാൻ കണ്ണൂർ പോകുന്ന സമയത്ത് ഒരു ദിവസം എന്നോട് ചേട്ടാ രക്ഷാബന്ധന് പങ്കെടുക്കാമോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പിന്നെന്താ പങ്കെടുക്കാമല്ലോ. അപ്പം ഞാൻ ശാഖയിലാണ് എനിക്ക് രക്ഷാബന്ധൻ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. അവിടെ പോകുന്ന സമയത്ത് ഒരു പാർട്ടി ഗ്രാമമാണ്. അപ്പോൾ ശാഖ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു 800 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു ഹോളിലാണ് ഈ പറയുന്ന രക്ഷാബന്ധം നടക്കുന്നത്. 800 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു ഹോളിലാണ് ഇത് നടക്കുന്നത്. എല്ലാവരും കൂടി നിൽക്കുന്നു.
പ്രാർത്ഥന ചൊല്ലുന്നത് തന്നെ വളരെ പതുക്കെയാണ്. പുറത്തേക്ക് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പാർട്ടി ഗ്രാമമാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും മുറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നവർക്ക് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശബ്ദം കേൾക്കുന്നത് അലർജിയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യില്ല. പിറ്റേ ദിവസം രാവിലെ വീട്ടിന്റെ കിണറ്റിൽ ബാർബർ ഷോപ്പിൽ നിന്ന് മുടിവാരി കൊണ്ടിടുക, പൈപ്പ് കട്ട് ചെയ്ത് കളയുക, അടുത്തുള്ള കടകളിൽ നിന്നൊന്നും സാധനം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ചില പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഈ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടൈം കീപ്പ് ചെയ്താണ് പോകുന്നത്. രാവിലെ 8 മണിക്കൊരു ബസ്, 10 മണിക്കൊരു ബസ്, ഇങ്ങനെ വൈകുന്നേരം 6 മണി വരെ ബസ് സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ പ്രാദേശികമായി ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഒരു ടൈല് പണിക്കാരനാണെന്നുണ്ടെങ്കിൽ പണി അന്വേഷിച്ച് ബസ്സിൽ കയറി ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ അർദ്ധരാത്രി തിരിച്ചു വരേണ്ടി വരും. ഇത്തരത്തിൽ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ പ്രവർത്തനം നടന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇങ്ങനെ പോരാ എന്നുള്ളത്, അല്ലെങ്കിൽ ഇനി ഇതിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളതും നമ്മുടെ തീരുമാനമാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ധാർഷ്ട്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്നത് ഒരു ആവശ്യകതയാണ്. ജനാധിപത്യ സംവിധാനം നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തപ്പെടുന്ന തരത്തിലുള്ള ശക്തികൾ പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന പേരുമിട്ട് നമ്മുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ജനാധിപത്യത്തിന്റെ ഭാഷയിൽ തന്നെ നമുക്ക് മറുപടി പറയേണ്ടുന്നതുണ്ട്. നമുക്ക് വലിയ സംഘടനാ ശക്തിയുണ്ട്. സംഘടനാപരമായിട്ട് ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ വെല്ലുവിളിക്കുവാൻ ശേഷിയുള്ള ഒരു സംഘടനയും ഇന്ന് കേരളത്തിലില്ല. ഒരു സംഘടനയും ഇന്ന് കേരളത്തിലില്ല. അത് നമ്മൾ 10-14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തെളിയിച്ചതാണ്. ആശ്രാമം മൈതാനത്തിൽ 100,000 പേര് ഗണവേഷമിട്ട് അണിനിരന്നപ്പോൾ തന്നെ നമ്മൾ തെളിയിച്ചതാണ്. സംഘടനാപരമായി നമ്മളെ വെല്ലുവിളിക്കുവാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനവും ഇന്ന് കേരളത്തിലില്ല. പക്ഷെ രാഷ്ട്രീയപരമായി നമുക്ക് ചില ബാലാരിഷ്ടതകളുണ്ട്. ആ ബാലാരിഷ്ടതകളെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള നിയമസഭയിലേക്ക് നമുക്ക് നെഞ്ചും വിരിച്ച് തല ഉയർത്തി കയറി ചെല്ലുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. എത്ര പേര് നിയമസഭ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് പോലും 7-8 പേര് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പോലും 7-8 പേര് മാത്രമാണ് നിയമസഭ സന്ദർശിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടില്ല? കാരണം നമുക്കവിടെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്കവിടെ 8-10 MLA-മാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നിയമസഭകളിലേക്ക് പോവുകയും അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. പലതരത്തിലുള്ള സഹായങ്ങൾ നമ്മുടെ പ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും കേരളം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ഭൂമികയിൽ നമുക്കൊരു മാർക്ക് രേഖപ്പെടുത്തേണ്ടുന്നതുണ്ട്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യത്തിൽ 100% ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, 200% ഉറപ്പാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോവുകയാണ്.